ങ്ങളുടെ തലയിൽ നികുതി ഭാരം കെട്ടിവെച്ചതിനും ഇടതു സർക്കാരിനെ കടുത്ത ഭാഷയിൽ കുറ്റപ്പെടുത്തി. കരിമണൽ ആരാണ് കൊണ്ടുപോയതെന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് രോഷത്തോടെ പറഞ്ഞ വി.ഡി. സതീശനെ എതിർക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചില്ല. ഒടുവിൽ ഇത് തങ്ങൾക്ക് തിരിച്ചടിയാകും എന്ന് കണ്ടപ്പോൾ ഒച്ചപ്പാടുണ്ടാക്കാൻ ശ്രമിച്ച ഇടതുപക്ഷത്തിൽ ഒരൊറ്റ ഇംഗ്ലീഷ് ഡയലോഗ് കൊണ്ടാണ് സതീശൻ പിടിച്ചിരുത്തിയത്. വീഡിയോ കാണാം. ഞാനിവിടെ പറഞ്ഞു സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചു മൊത്തം. സർ, ഈ ബജറ്റിൽ എവിടെയെങ്കിലും കേരളത്തിലെ ഒരു പൊതുമേഖലാ സ്ഥാപനം പൊതുരംഗവും സ്വകാര്യവൽക്കരിക്കുന്നതിനെ കുറിച്ചൊരു വാചകമുണ്ടോ? സർ, എന്ത് ആഘോഷമാണ് ഇത്! പ്രൈവറ്റൈസ് ചെയ്യാൻ പോയാൽ സർ, ഒരു സ്ഥാപനവും പ്രൈവറ്റൈസ് ചെയ്യില്ല. ഒരു സ്ഥാപനവും. എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? ബജറ്റിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് പുറത്ത് ചർച്ച. സമൂഹ മാധ്യമങ്ങളിലും ഒരു വാചകം ഈ ബജറ്റിലില്ല. സർ, ഞങ്ങൾക്ക് കൃത്യമായ നയമുണ്ട് ഇക്കാര്യത്തിൽ. ഞങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങളെ അടച്ചുപൂട്ടാൻ പോകുന്നവരല്ല. നിങ്ങൾ നോക്കിക്കോ, KSRTC 3000 കോടി നിങ്ങൾ കൊടുക്കാനുള്ള സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഞങ്ങൾ മാറ്റം വരുത്തും. KSRTCയെ സ്വയം പര്യാപ്തമാക്കും. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഒന്നും പറഞ്ഞില്ല എന്നിവിടെ ആരോ പറഞ്ഞു സപ്ലൈകോയെ പറ്റി. ഒരുപാടൊന്നും പറഞ്ഞിട്ടില്ല സാറേ, പറയുന്നതിനേക്കാൾ നല്ല പ്രവർത്തിക്കാനാ. അതിലൊരു വാചകമുണ്ട്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മോഡലിൽ സംഭരണം നടത്തും സപ്ലൈകോ, ലാഭമുണ്ടാക്കും. സർക്കാർ സബ്സിഡി കൊടുക്കാതെ ഈ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ ഞങ്ങൾ സ്വയം പര്യാപ്തമാക്കും. സാർ, വെള്ളാനകളായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉണ്ടാക്കി പാവപ്പെട്ട ജനങ്ങൾ കൊടുക്കുന്ന നികുതി ഒന്നും നോക്കാതെ എല്ലാ വർഷം കൊടുക്കലല്ല ഈ ഗവൺമെന്റിന്റെ ജോലി. കൃത്യമായ പരിപാടികളും പദ്ധതികളും ഇട്ട് ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ശക്തമാക്കണം, ലാഭകരമാക്കണം. അതാണ് ഇതുവരെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ചെയ്യാത്ത സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. വലിയ സ്വകാര്യ സംരംഭങ്ങൾ ചെയ്യുന്നത് പോലെ അവർ ചെയ്യും, ലാഭമുണ്ടാക്കും, സർക്കാരിന്റെ ബാധ്യത കുറയ്ക്കും. അല്ലാതെ അത് സപ്ലൈകോ അടച്ചുപൂട്ടുമല്ല, KSRT അടച്ചുപൂട്ടുമല്ല. KSEB ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ലാഭത്തിലായിരുന്നു. ഇപ്പൊ എത്ര 1000 കോടി രൂപയുടെ നഷ്ടത്തിലാണ്. 4 രൂപ 29 പൈസക്ക് ഒരു യൂണിറ്റ് വൈദ്യുതി മേടിക്കാൻ 25 വർഷത്തേക്ക് കരാറുണ്ടാക്കി ഇറങ്ങിപ്പോയതാ ഉമ്മൻചാണ്ടി സർക്കാർ. 7 വർഷം നിങ്ങൾ വാങ്ങിച്ചു, 1 വർഷം ഞങ്ങൾ വാങ്ങിച്ചു. ഒരു സുപ്രഭാതത്തിൽ ആ കരാർ റദ്ദായി. അഴിമതിയാണ്. 4 രൂപ 29 പൈസക്ക് ഒരു യൂണിറ്റിന് മേടിച്ചിരുന്ന വൈദ്യുതി ഇപ്പൊ മേടിക്കുന്നത് എത്രയ്ക്കാ? കരാർ റദ്ദാക്കിയിട്ട് 8 രൂപയ്ക്കും 14 രൂപയ്ക്കും. കോടികളാണ് ഒരു ദിവസം KSEBയുടെ നഷ്ടം. നയമാണത്രേ, പൊതുമേഖലയെ സംരക്ഷിക്കുന്ന നയം. കോടികൾ, 10,000 കണക്കിന്